പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ എടുത്ത ആദ്യത്തെ നടപടിയാണ്, പാകിസ്ഥാനെതിരെ എടുത്ത ആദ്യത്തെ നടപടിയായിരുന്നു സിന്ധു നദീജല കരാറിന്റെ മരവിപ്പിക്കൽ. അപ്പോൾ അതിപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലതവണ പാകിസ്ഥാൻ ഇതിന് ശേഷവും ഒക്കെ അപേക്ഷയുമായി എത്തുകയാണ്. ഈ ഒരു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തണം, ആ മരവിപ്പിക്കൽ മാറ്റണം എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്കറിയാം പലതവണ ഇന്ത്യ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും അവിടുത്തെ സിവിലിയൻസിന് നേരെയോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ, സ്ത്രീകൾ എന്നിവർക്ക് നേരെയോ ഇന്ത്യ ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ പലവിധ ആക്രമണങ്ങളും പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടപ്പോൾ പോലും ഇത് തൊട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം, ഈ ഒരു അപേക്ഷ ഇന്ത്യ കൈക്കൊള്ളുമോ, അതോ ഇത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും? ഇന്ത്യ വളരെ അൺഇക്വിവോക്കൽ ടേംസിൽ, അതായത് യാതൊരു തർക്കത്തിനും പഴുതില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു, നിലപാടിൽ ഒരു മാറ്റവുമില്ല. മറിച്ച് ഇപ്പോൾ ഇന്ത്യ ചിന്തിക്കുന്നത് ഈ സിന്ധു നദീതലത്തിലേക്ക് പടിഞ്ഞാറോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം കിഴക്കോട്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വരൾച്ച ബാധിച്ച ഭൂപ്രദേശങ്ങളിൽ കൃഷി കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലുള്ള എൻജിനീയറിങ്ങിനെ കുറിച്ചാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും സിന്ധു നദീതലം പിന്നെയും. ആൻഡ് ക്വയറ്റ് ഫ്ലോസ് ദ ഡോൺ എന്ന് പറയുന്നത് പോലെ, ആൻഡ് ദ സിന്ധു ഫ്ലോസ് ക്വയറ്റ്ലി, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അണക്കെട്ടിന് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തടയണകൾ നിർമ്മിക്കുകയല്ലാതെ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ക്രമേണ നമ്മൾ അതിനുള്ള പണികൾ ആരംഭിച്ചിരിക്കും. അതോടുകൂടി ഒരു തുള്ളി വെള്ളം പോലും ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകാത്ത അവസ്ഥ വരുന്നതോടുകൂടി പഞ്ചാബ് എന്ന് പറയുന്ന ഒരു മരുഭൂമിയായിട്ട് മാറും. ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള പഞ്ചാബിലെ ഏറ്റവും രാഷ്ട്രീയമായിട്ടും പ്രാധാന്യമുള്ള സ്ഥലമായ പഞ്ചാബ്, പാകിസ്ഥാനിലെ പഞ്ചാബ്, ആ പഞ്ചാബ് ഒരു മരുഭൂമിയായിട്ട് മാറിത്തീരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ സിന്ധു നദീജലത്തിന് ഒരു തരത്തിലുള്ള അർഹതയും പാകിസ്ഥാനില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഔദാര്യമായിരുന്നു 1967 കാലത്ത് ജവഹർലാൽ നെഹ്റു ഒപ്പിട്ട് കൊടുത്ത ഒരു കരാർ പ്രകാരം അവർക്ക് ഈ വെള്ളത്തിൻ്റെ ഏതാണ്ട് 5% പോലും ഇല്ല ഇന്ത്യക്ക്. വെള്ളം മുഴുവൻ നമ്മുടെ ഒരു മനുഷ്യകാരുണ്യപരമായിട്ടുള്ള ചിന്ത കൊണ്ട് അത് മുഴുവൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഇതിലെന്ത് കുഴപ്പം വന്നാലും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം. അത് കഴിഞ്ഞ് 3 യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടും ഈ കരാറിന്മേൽ നമ്മളൊരു നടപടിയും എടുത്തില്ല. വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കിട്ടുന്നതിൻ്റെ ഫലപുഷ്ടി അവരിങ്ങനെ അഹങ്കരിച്ച് മതിച്ച് ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധങ്ങൾ, നിഴൽ യുദ്ധങ്ങൾ, നിഗൂഢ യുദ്ധങ്ങൾ, പ്രോക്സി വാറുകൾ, നേരിട്ടുള്ള യുദ്ധങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയെ 1000 ഗട്ട്സിൽ കൂടി ബ്ലീഡ് ചെയ്യുക എന്നുള്ളൊരു നയമാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്തത്. അത് തന്നെയല്ല, അടുത്തിടെയാണ് പറഞ്ഞത് ആസിഫ് മുനീർ എന്ന് പറയുന്ന അവരുടെ പട്ടാള മേധാവി ഇപ്പോൾ ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്, നമുക്കൊരിക്കലും അവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. എങ്കിൽ ഈ ഹിന്ദു സംസ്കാരമെന്ന് പറയുന്നത് സിന്ധു നദിയുടെ ദാനമാണ്. എങ്ങനെ ഈജിപ്ഷ്യൻ സംസ്കാരമെന്ന് പറയുന്നത് നൈൽ നദിയുടെ ദാനമായിരിക്കുന്നു, അതുപോലെ ഈ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് സിന്ധു നദീതടമാണ്. അതുകൊണ്ട് തന്നെയാണ് സൈന്ധവ സംസ്കാരം എന്നതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പങ്ക് പറ്റാൻ വേറൊരു സംസ്കാരമായി നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത് വളരെ പ്രതീകാത്മകവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞ് അപമാനിച്ച ആൾ ഫീൽഡ് മാർഷലായിട്ടുള്ള രാഷ്ട്രത്തിലേക്ക് ഈ വെള്ളം ഇനി ഒഴുകിക്കൂടാം എന്നുള്ളത് തന്നെയല്ല, അത് നമ്മുടെ പുണ്യ നദിയാണ്. അത് പാകിസ്ഥാനിൽ കൂടി ഒഴുകിയാൽ പങ്കിലമായി തീരും, പാപമംഗലമായി തീരും. ഓക്കെ, നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ സർവകക്ഷി സംഘമൊക്കെ രാജ്യങ്ങൾ തോറും ചർച്ചകളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആക്രമണത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്താണ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒപ്പം തന്നെ പാകിസ്ഥാനും ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ എല്ലാ രാജ്യങ്ങളും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു യുദ്ധം തന്നെയാണ് അല്ലേ? വെള്ളം കിട്ടുന്നില്ല, കൃഷി ഇല്ല, ഞങ്ങളുടെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്നുള്ള ഒരു ഇതിലേക്ക്, ഐക്യരാഷ്ട്രസഭയിലേക്ക്, UN-ലേക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി ചെല്ലുമ്പോൾ ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങളിൽ ഇന്ത്യ ഏത് നിലപാട് സ്വീകരിക്കും?
അല്ല ഇതിപ്പോ ഇരക്കലാണ് 4-5 കത്തുകൾ ഇരക്കുക. കാരണം ഇതിൽ ഇന്ത്യ ഒരു ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഇനി അതിൽ നിന്ന് ഇന്ത്യ വ്യതിചലിക്കില്ല. ഇത് നിർത്തി തന്നെ ഇനി. പക്ഷേ വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഇത് ലോക രാജ്യങ്ങളിൽ ചർച്ചയാവുമ്പോൾ അത് ഒരു പക്ഷേ പാകിസ്ഥാന് പിന്തുണയേകിയ രാജ്യങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചു ഒരിക്കലും പിന്തുണ നൽകത്തില്ല, തീവ്രവാദത്തിനെതിരെയാണ് എല്ലാ രാജ്യങ്ങളും. ഈവൻ അമേരിക്ക പോലും മൗനമായിട്ട് നിന്നുകൊണ്ട് സപ്പോർട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ചൈന, തുർക്കി തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ പാകിസ്ഥാനോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ വിചാരിക്കും അവർ തീവ്രവാദികളായതുകൊണ്ട് അവർ അങ്ങനല്ല. ചില രാജ്യങ്ങൾ ചില യുദ്ധങ്ങൾ വരുമ്പോഴത്തേക്കും ഇന്ന രാജ്യങ്ങളോടൊപ്പം ഒന്ന് വരുമ്പോൾ മറ്റൊരു യുദ്ധത്തിലേക്ക് വീണ്ടും കിടക്കുക. കാരണം ഇത് വല്ലാത്തൊരു ജലയുദ്ധമാണ്. ഇപ്പോഴും നമ്മൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ എന്താ പറയുക, ചാണക്യതന്ത്രം ഉപയോഗിച്ച് തന്നെ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചാണക്യതന്ത്രം അറിയുന്ന അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ മറ്റുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയില്ലേ? ഒരു സാധ്യതയില്ല. കാരണം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്നത് ഇരക്കുകയാണ് ഇന്ത്യയോട്. നേരെ അവർ പറഞ്ഞ് യുദ്ധമായിട്ട് കണക്കാക്കും. സിന്ധു നദീ ജല കരാർ ലംഘിച്ചാൽ എന്ത് യുദ്ധം ചെയ്തു? യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ, ഇരക്കുകയാണ്. 5 കത്ത്. നിങ്ങൾ വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ മോശമാവും, വറുതിയിലാകും, ഞങ്ങൾ പട്ടിണിയിലാകും, ഞങ്ങൾക്ക് വേറെ വെള്ളമില്ല. ഇതൊക്കെയാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ത്യ ഒരു സമാധാന രാജ്യമായിട്ട്, ഒരു പാവം രാജ്യമായിട്ടാണ് എല്ലാ രാജ്യങ്ങളും കണ്ടിരുന്നത്. ഒരു പാവം ഒരു ക്യൂട്ടായിട്ടുള്ള രാജ്യം, അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും കണ്ടിരുന്നത്. പക്ഷെ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു സംഘർഷത്തോ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധു ലോകരാജ്യങ്ങൾ മുഴുവൻ ചർച്ചയാക്കി. അതിനുള്ള ഒരു കാരണം, ഞാൻ ഈ ഒരു ടോപ്പിക്കിലോട്ട് വരാനുള്ള കാരണം, ചൈനയും തുർക്കിയും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ മിസൈലുകൾ വെറുതെയാണ്, ബ്രഹ്മോസിനെ വെല്ലാൻ ഞങ്ങൾക്കാവില്ല. ഈ ചൈനയും തുർക്കിയും പറയും. ചൈന ഏറ്റവും പ്രതിരോധ രംഗത്ത് അവരുടെ ആണവ വിപണി എന്ന് പറയുന്ന വൻ നിരയിലാണ്, വൻ ഒരു ആണവ വിപണിയാണ്. അപ്പൊ അവരുടെ മിസൈലിനെ വെല്ലാൻ അതായത് ബ്രഹ്മോസിന് അതിനപ്പുറം ശക്തി ഉണ്ടെന്നുള്ളത്. ഒരു പക്ഷേ ട്രംപും ഉള്ളിലൊന്ന് പെടഞ്ഞിരിക്കാം, ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു പെടച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏറെ സമാധാനമുള്ള പമ്മിയിരിക്കുന്ന രാജ്യം പ്രയോഗിച്ച ഒറ്റ ഒരു ഇതിൽ തന്നെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ഇവർക്ക് സ്റ്റോക്കുകൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്, ഒരു ഭയം വന്നു. നമ്മൾ ശരിക്കും ഇട്ട് പൊട്ടിച്ച നല്ല ഒന്നാന്തരം പൂത്തിരികളും ഒന്നാന്തരം പടക്കങ്ങളും ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യം. അതുകൊണ്ട് അത്ര വേഗം ഇടപെട്ടില്ലെങ്കിലും ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ത്യയെ തകർക്കണം എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഈവൻ ട്രംപിന് പോലും ഉണ്ട്. അതെ, അസൂയ അല്ല, അവരെക്കാളും മുന്നിലോട്ട് വരരുത്. അതുകൊണ്ടാണല്ലോ ചൈനയ്ക്ക് ഇപ്പൊ തീരുവ യുദ്ധമൊക്കെ അമേരിക്ക ഏർപ്പെടുത്തിയതും അവരെ തകർക്കാനുള്ള എല്ലാ പരിപാടികളും ട്രംപ് നോക്കുന്നത്. കാരണം അമേരിക്ക ഒരിക്കലും താഴ്ന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, അവർ വൻ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കണം. അതിനൊപ്പം തന്നെ ഏതെങ്കിലും രാജ്യങ്ങൾ കടന്നു വന്നാൽ മറ്റേ അയൽ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് യുദ്ധം ഉണ്ടാക്കി അവിടെ നശിപ്പിക്കുക. അതാണല്ലോ ഏറ്റവും നമ്മൾ കണ്ടുവരുന്ന ഗാസ യുദ്ധവുമായാലും റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന അമേരിക്കയുടെ ഒരു വല്ലാത്ത ഇടപെടൽ തന്നെയാണ് ഈ യുദ്ധത്തിൽ. പക്ഷെ അത് ഇവിടെ ഒന്ന് പ്രയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷെ നമ്മുടെ ട്രംപ് അല്ല, നമ്മുടെ മോദി എന്നുള്ളത് ട്രംപിനെ പിടികിട്ടി. ഇതുപോലെ തന്നെ ഇവിടെ ശ്രമിച്ചതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാക്കി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം, ഇവിടെ ഇന്ത്യയെ തകർക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം. അതുകൊണ്ടാണ് IMFന്റെ ഫണ്ടൊക്കെ പാകിസ്ഥാന് കൊടുത്ത് വലിയ രീതിയിലൊക്കെ ട്രംപ് സപ്പോർട്ടൊക്കെ ചെയ്തത്. അയാൾ മൗനമൊക്കെ പാലിച്ചത് നമുക്ക് അറിയാം. ചൈനയും അതുപോലെയാണ്. പക്ഷെ അത് ഇവിടെ നടന്നില്ല. ഇന്ത്യ ഒരു തരത്തിലും ഒന്ന് താഴ്ത്താനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇട്ടൊന്ന് പണിയാനോ ഇവർക്കൊന്നും സാധിച്ചില്ല. അപ്പൊ ഇവരുടെ ഉള്ളിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്ക് ഇട്ടൊരു കൊട്ടു കൊടുക്കണമെന്നോ. ഒരു പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി മോദി ഈ ഒരു തലപ്പത്ത് ഇരിക്കുന്നത് കൊണ്ടും എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മളൊരു സൗഹൃദം ഉള്ളത് കൊണ്ടും ഒന്നും നടക്കുന്നില്ല, ഇങ്ങോട്ടൊന്ന് കയറി വരാൻ നടക്കുന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അയൽ രാജ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ള രീതി വരുമ്പോഴോ മറ്റുള്ള രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു, നമ്മുടെ രാജ്യത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിലേക്ക് വരില്ല. പറഞ്ഞതിൽ കാര്യമുണ്ട്. രഞ്ജിനി പറഞ്ഞതിൽ 2 പ്രധാനപ്പെട്ട നിഗൂഢമായിട്ടുള്ള 2 പോയിന്റുകൾ. ഒന്നത്, അമേരിക്കയ്ക്ക് ഇന്ത്യയോട് തോന്നാവുന്ന എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അതിൽ വരുന്നുണ്ട്. അമേരിക്ക ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ യുദ്ധം നടത്തി. നാണക്കെട്ടില്ലേ, തോറ്റു തിരിഞ്ഞോടി പോരേണ്ടി വന്നില്ലേ. അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെതിരെ അത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചതിൻ്റെ പ്രതികാരമായിട്ട് ചെയ്തു. തോറ്റു തുന്നമ്പാടി പോവുമല്ലായിരുന്നു. താലിബാനല്ലേ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അവർ തോറ്റ് പിന്നോടുകയായിരുന്നു ചെയ്തത്.
അപ്പോൾ അമേരിക്ക ഈ ഭീകരവാദത്തിന് എതിരെ ചെയ്ത യുദ്ധങ്ങളൊക്കെ തന്നെ, ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം, അതിനെതിരെ ചെയ്ത യുദ്ധങ്ങളിലെല്ലാം തന്നെ അവർ കടപുഴകി വീണു, തോറ്റുപോയി, തിരിഞ്ഞോടി, വാലും ചുരുട്ടിക്കൊണ്ട് ഓടി അവർ. അതേസമയം ഇന്ത്യ വെറും 2 ദിവസം കൊണ്ട് പാകിസ്ഥാനെയും ചൈനയെയും പാഠം പഠിപ്പിച്ചു. ഇത് അമേരിക്കയ്ക്ക് സഹിക്കുമോ? ലോകത്തിലെ 4ാം നമ്പർ ശക്തി മാത്രമായ ഇന്ത്യ 1ാം നമ്പർ ശക്തിയെ കടത്തിവിട്ടിരിക്കുന്നു. ദാവീദും ഗോലിയാത്തും പോലെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവൻ ഇത്രയും ആളാവണ്ട എന്നൊരു വിചാരം അവർക്ക് കാണും, ട്രംപിന് കാണും. പിന്നെ ട്രംപിനെന്ന് പറയുന്നൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സ്ഥിരതയില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയ സുഹൃത്തായിരുന്നു ഇലോൺ മസ്ക്. ഇപ്പോൾ അവർ ആജന്മ ശത്രുക്കളെ, കീരിയും പാമ്പും പോലെ. അതുകൊണ്ട് ഇന്ന് പറയുന്നതല്ല അദ്ദേഹം നാളെ പറയുന്ന, പ്രായത്തിൻ്റെ മാനസിക നിലയാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ സ്ക്രൂവും ഒക്കെ ലൂസായിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് ഇന്ന് പറയുന്നതല്ല അദ്ദേഹം നാളെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ യുക്രൈൻ്റെ കാര്യത്തിലും അദ്ദേഹം നിലപാടുകൾ അനുക്ഷണം മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ അമീബയുടെ ഷേപ്പ് പോലെ അത് നിമിഷം പ്രതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷേപ്പിലാണ് അമേരിക്കയിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയുടെ സ്റ്റാമ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ കാല് പിടിച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയുടെ നയതന്ത്രവും അതുപോലെ തന്നെ രാഷ്ട്രതന്ത്രവും യുദ്ധതന്ത്രവും ഒന്നാമതായിരുന്നുവെന്ന് ലോകം തന്നെ, പാകിസ്ഥാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ രാഹുൽ മോഹൻ ഇവിടെ ഇരുന്ന് അതങ്ങനെയല്ല, ഞാൻ യുദ്ധം നടത്തിയിരുന്നെങ്കിൽ ഇതിലും ഭയങ്കരമായിട്ട് നടത്തുമായിരുന്നു എന്നും പറഞ്ഞ് മസിലും പിടച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അമേരിക്ക ഭീകരവാദത്തിന് എതിരെ എടുത്ത നടപടികൾ, യുദ്ധം തോറ്റു തുന്നം പാടിയപ്പോൾ ഇന്ത്യ അതിനെതിരെ എടുത്ത നടപടി 100% വിജയത്തിൽ കലാശിച്ചു.